Okay. Okay. And then Kids. yeah. Kids. So here's the plan. By 5:30, everybody has to be ready. So 5:45 hour ആവുമ്പോഴത്തേക്കും അമ്മ വിളിക്കും. The moment she calls, we have to leave and we will go to Lulu Mall and they will join there and we can play games there. Yay! Woo! Dance! Come on, dance! Dance! Woo! Hi! അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു. സോ ഇന്ന് നമ്മൾ മിക്കവാറും ഗെയിംസ് കളിക്കുന്നതോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫൺ ആക്ടിവിറ്റി സ്ഥലത്തായിരിക്കാൻ പോകുന്നത്, കസിൻസൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ വളരെ ലൈറ്റ് സിമ്പിൾ മേക്കപ്പ് ആയിരിക്കും ചെയ്യുന്നത്. സോ ഐ തോട്ട് വൈ നോട്ട് ഐൽ ഷോ യു ഗൈസ് ഞാനിങ്ങനെ ക്വിക്ക് ഈസി മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ന്യൂട്രിഡോമിൻ്റെ ഒരു കോപ്പർ ആക്ടിവേറ്റർ. This is basically a very lightweight facial serum. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, കാണാൻ പറ്റുന്നുണ്ടോ? ഇറ്റ്സ് ലൈക്ക് ക്ലിയർ കൺസിസ്റ്റൻസിയാണ്. So this serum rejuvenates the skin and nourishes the skin by promoting collagen production, increasing skin elasticity and by fighting signs of aging. ഈ പ്രോഡക്റ്റിൽ കോപ്പർ PCA എന്ന് പറഞ്ഞ സാധനമുണ്ട്. സോ ദിസ് ഇസ് സെറ്റ് ടു സ്റ്റിമുലേറ്റ് കൊളാജൻ ആൻഡ് എലാസ്റ്റിൻ പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് ഹാവ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ്. പിന്നെ ദിസ് സിറം ഓൾസോ കണ്ടെയ്ൻസ് ലൈസൽ ഓക്സിഡേസ് വിച്ച് ഇസ് സെറ്റ് ടു വർക്ക് ഇൻ സിങ്ക് വിത്ത് കൊളാജൻ ആൻഡ് എലാസ്റ്റിൻ ടു പ്രൊമോട്ട് സ്കിൻ സപ്പിൾനെസ് ആൻഡ് എലാസ്റ്റിസിറ്റി. പിന്നെ സോഡിയം PCA is another ingredient that is set to nurture optimal skin and protect the skin's barrier by preventing water loss. അടുത്തത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആൻഡ് കൂളിംഗ് ന്യൂട്രിഡോം മോയ്സ്ചറൈസിംഗ് ലോഷനാണ്. സോ ഈ ലോഷൻ ഹാസ് എ വെരി സ്പെഷ്യൽ വിറ്റമിൻ E ഫോസ്ഫേറ്റ് ദാറ്റ് ഹാസ് മോയ്സ്ചറൈസിംഗ് ആൻഡ് പവർഫുൾ സ്കിൻ റിപ്പയർ പ്രോപ്പർട്ടീസ് ദാറ്റ് ഫൈറ്റ് സൈൻസ് ഓഫ് ഏജിങ്. ഈ മോയ്സ്ചറൈസർ ഹാസ് വെരി പവർഫുൾ ഹൈഡ്രേഷൻ ആൻഡ് ഓൾസോ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും റെഡ്നെസ് അല്ലെങ്കിൽ ആക്നി സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മാക്സിമം അതിൻ്റെ അപ്പിയറൻസ് മാക്സിമം റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ബട്ട് അറ്റ് ദ സെയിം ടൈം സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുകയും ചെയ്യും. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ബാരിയർ റിപ്പയർ ആൻഡ് അഡമൻ സ്ട്രെച്ച് മാർക്ക്. പിന്നെ ഈ ചൂട് കാലാവസ്ഥയിൽ ഈ മോയ്സ്ചറൈസർ ശരിക്കും ഒരു ആശ്വാസമാണ്, ആസ് ഇറ്റ് പ്രൊവൈഡ്സ് എ കൂളിംഗ് ഇഫക്റ്റ് ഓൺ ദ സ്കിൻ ആൻഡ് ഓൾസോ ആക്ട്സ് ആസ് ദ പെർഫെക്റ്റ് ബേസ് ഫോർ ലോങ് ലാസ്റ്റിംഗ് ഫ്ലോലെസ് മേക്കപ്പ് ആപ്ലിക്കേഷൻ. You can find these two products on Iberia Skin Brands, Amazon, Nykaa and Nutridom's website. ഞാൻ എന്തായാലും ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ആർ മേക്കപ്പ്. സോ അടുത്തത് ഞാൻ ഇടാൻ പോകുന്ന സൺസ്ക്രീനാണ്. ടെക്നിക്കലി വിൽ ബി ഗോയിങ് ഇൻഡോഴ്സ് ആൻഡ് ഈവനിങ് ആയി, എന്നാലും ഞാനിപ്പോൾ എവിടെ പോയാലും സൺസ്ക്രീൻ ഇട്ടിട്ട് എനിക്ക് ശീലമായി. സോ വിൽ ജസ്റ്റ് അപ്ലൈ എ ലിറ്റിൽ ബിറ്റ്. ഇതൊരു മാറ്റ് സൺസ്ക്രീനാണ് ആൻഡ് ഐ തിങ്ക് ഫോർ ഓയിലി സ്കിൻ ലൈക്ക് മൈൻ ഇറ്റ് വർക്ക്സ് റിയലി വെൽ. കൺസീലർ. സോ ഞാനിപ്പോൾ ഇവിടെ വേറെ മിററൊന്നും വെച്ചിട്ടില്ല, ലെൻസും വെച്ചിട്ടില്ല. കാണാൻ പറ്റുമോ അറിയില്ല, നോക്കാം. ഓക്കെ, എനിക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം, ബട്ട് ഫേസിൽ എനിക്ക് ഒന്നും കണ്ടുകൂടാ. അപ്പോൾ ഞാൻ അവിടെ ഉള്ളൊരു മിററിൽ പോയി അത് ഇട്ടിട്ട് വരാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, കൺസീലർ ഡൺ. നെക്സ്റ്റ് ഈസ് കോമ്പാക്റ്റ്. ബ്ലഷ്. eyebrow pencil, highlighter. ഞാൻ ചിലപ്പോഴേ ഇടൂ, എന്ന് പിന്നെ ഒരു വീഡിയോ എടുക്കുന്ന സ്ഥിതിക്ക് ഇടാമെന്ന് വിചാരിച്ചു. ലിപ് ബാം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്,
So let's go directly to lipstick. എനിക്ക് ഒരിക്കലും ഒരു ഷെയ്ഡിൽ സാറ്റിസ്ഫൈ ആവാൻ പറ്റത്തില്ല. മിക്ക ദിവസവും ഒരു 3-4 ഷെയ്ഡ്സ് ഇങ്ങനെ യൂസ് ചെയ്യും. ഇന്ന് ഐ തിങ്ക് 2 would do. ആൻഡ് യെസ്, ഐ എം റെഡി. സെറ്റിംഗ് സ്പ്രേ കൂടെ അടിക്കണം, പക്ഷേ അത് ഞാൻ കൊണ്ടുവന്നില്ല, താഴെ ഇരിക്കുവാണ്. ഇപ്പോഴെങ്കിലും ഇറങ്ങിയാലേ എനിക്ക് അവരുടെ കൂടെ ഇറങ്ങാൻ പറ്റൂ, കാരണം ദേ ആർ ഓൾ വെയിറ്റിംഗ് ഫോർ മീ. ഞാൻ കുറച്ചധികം സമയമെടുത്തു, ബട്ട് വിചാരിച്ചേക്കാളും നേരത്തെ തന്നെ റെഡിയായി. സോ യാ ഗൈസ്, ദാറ്റ്സ് മൈ സിമ്പിൾ മേക്കപ്പ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. വേഗം പോട്ടെ. സീ യു ഇൻ ദ കാർ. ബൈ. സോ നമ്മൾ പുറപ്പെട്ടു. ഹായ് 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 ഗൈസ്. ഹായ് ഹൻസ് വ്ളോഗ്. സോ നമ്മൾ ലുലു മോളിൽ പോവുകയാണ്, അവിടുത്തെ ഫൺ ട്യൂറയിൽ കളിക്കാനായിട്ട്. സോ അമ്മു ഇന്ന് കളിക്കുക. What kind of a question is that? യു വിൽ. എല്ലാ ഗെയിംസും. അങ്ങനെയല്ല, എനിക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന ഗെയിംസ്. നിങ്ങളൊക്കെ എന്നെ ഏതൊരു പഴമായിട്ടാണ് കണ്ടുവച്ചിരിക്കുന്നത്. സോ ചിന്നമ്മയും അമ്മയും ദീനങ്കളും ഇന്ന് രാവിലെ കൊല്ലത്ത് പോയായിരുന്നു അച്ഛൻ്റെ പ്രചരണത്തിന് കൂടെ സപ്പോർട്ട് നൽകാനായിട്ട്. അപ്പോൾ അവർ ആ വഴി അങ്ങനെ ലുലുമോൾ വരും. അവരെത്തിയെന്ന് തോന്നുന്നു, നമ്മൾ ലേറ്റാണ്. അപ്പോൾ ഇന്ന് എല്ലാവരെയും കൊണ്ട് നമുക്ക് കുറച്ച് ഗെയിംസ് ഒക്കെ കളിക്കണം. സാധാരണ അവിടെ എപ്പോഴും ഫ്രണ്ട്സ് ആയിട്ടാണ് പോകുന്നത്. ബൗളിങ്ങിൽ ഞാൻ ജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ബൗളിംഗ് ഒരു ലക്കിൻ്റെ ഗെയിമാണ്. കുറേയൊക്കെ സ്ട്രെങ്ത് ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷേ നമുക്കിത് കൂടുതൽ ലക്കാണ് ചിലപ്പോൾ നല്ല കളിക്കാൻ. I've got 99 once in my life, but then usually I get out. Actually, I was joking. I'm very bad in sports. Me too. I get like 80. But for boys, usually you have more strength, so അത് കുറച്ചുകൂടി ഒരു ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക്. That's all. But that's not a competition for me. I might win. Yeah, I might win. So let's see. അപ്പോൾ അവിടെ കുറേ ഗെയിംസ് ഉണ്ട്. നമ്മൾ യൂഷ്വലി കളിക്കാത്ത കുറച്ച് ഗെയിംസ് ലൈക്ക് ടാഗ് ഗെയിം, അതൊക്കെ കുറച്ച് ടയറിംഗ് ആണ്. ഇന്ന് വേണമെങ്കിൽ അത് കളിക്കാം. ലെറ്റ്സ് സീ അല്ലേ. സോ സീ യു. കുഞ്ഞിയുടെ ഒളിച്ചിരുന്ന് പാട്ട് കേൾക്കാം. സോ നമുക്ക് ബാക്കി ലുലു മോൾ എത്തിയിട്ട് എടുക്കാം. സോ നമ്മൾ ആദ്യം റോളർ കോസ്റ്ററിലാണ് കയറാൻ പോകുന്നത്. വീഡിയോ എടുത്താലോ റോളർ കോസ്റ്റർ ഇരിക്കുമ്പോൾ? നിന്റെ ഫോൺ തരുമോ? അത് ഓസി അല്ലേ ആ പോകുന്നത്? ശരിയാണല്ലോ. സ്പോട്ടഡ്. കൂടി ഇരിക്കാൻ പോകുന്നേ. സോറി, ഐ ഓൾറെഡി ഹാഡ് എ ഫാൻ. ഐ മീൻ ഹാവ് എ ഫാൻ. സോറി. എനിക്ക് പേടിയാവും ഒറ്റയ്ക്കിരിക്കാൻ. ആ ഫ്യൂച്ചർ എത്ര പ്രാവശ്യം കയറിയേക്കും. സിമ്പിൾ വണ്ടർലയിലെ റോളർ കോസ്റ്ററിന്റെ അത്ര ഒരു റോളർ ഫൺ റൈഡ്. ബട്ട് സിംഗപ്പൂരിലെ റോളർ കോസ്റ്റർ നല്ല. പക്ഷെ നമ്മളിങ്ങനെ ക്രേസി വണ്ണിൽ പോയില്ല. ഇവിടെ I want to go to the crazy one. മരിക്കും. ഹായ്. അമ്മയെ നോക്കി ഹായ് പറഞ്ഞേ. കൈ അവിടുത്തെ കൈ കാണിക്കും. കാർഡ് നിന്റെ കാരണം ഞാൻ റൈഡ്സിലൊന്നും ഫോൺ എടുത്ത് ഓവർ ആവുന്ന ഒരാളല്ല. ഇന്ന് എന്ത് പറ്റി ഓവർ ആവാൻ തീരുമാനിച്ചത്? കാരണം ഈ റൈഡിൽ ഞാൻ അത്രയ്ക്ക് പ്രാവശ്യം കയറിയിട്ടുണ്ട്. വേണ്ട, ഓഫ് ചെയ്യാം അല്ലേ? ഓവർ ആവണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ലാസ്റ്റ് മിനിറ്റ് വന്ന് ഓസിയും കയറി. അവരെല്ലാവരും ബൗളിങ്ങിന് പോയാലോ? സോ ടീം എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ, ദീനങ്കിൾ, അമ്മു, മാഹിൻ വേഴ്സസ് ചിന്നമ്മ, ഓസി, റിഷാൻ, ഹൻസു. സിന്ധു കളിക്കുന്നില്ല. അതെന്താ? സിന്ധു ഒരു വേസ്റ്റ് ആയതുകൊണ്ട് കളിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതല്ല, എൻ്റെ കാല് വയ്യാത്തതുകൊണ്ട് എനിക്ക് ഏതെങ്കിലും ഷൂസും ഏതെങ്കിലും സോക്സും തൽക്കാലം ഇടാൻ താല്പര്യമില്ല. മുടിയുണ്ടല്ലോ എൻ്റെ കാല് വയ്ക്കുക. ഏതെങ്കിലും ഷൂ ഒക്കെ ഇടുമ്പോൾ ശരിയാ. എൻ്റെ കാല് സോറി, അതിനെ മറന്നു. സോറി. എന്നിട്ട് വേണം ഞാൻ വീണ് എൻ്റെ വിരൽ വീണ്ടും ഓടിയാ. ശരിയാ. അപ്പൊ സിന്ധു ഇവിടെ നമ്മുടെ കളി കാണും. ഇവിടെ അല്ല, അവിടെ വന്നിരിക്കാം. സോഫ ഇരിക്കാം. ഞാൻ ഇവരുടെ ബാഗെല്ലാം സൂക്ഷിക്കും അവിടെ. വേണം ആദ്യം
ഒരു ഓപ്പോസിറ്റ് ടീമാണ്. യോർ ആ ടീം നല്ല എനർജിയിൽ എടുത്ത് എറിഞ്ഞ സിനിമ. നൈസ്. അല്ല, ദാറ്റ്സ് ഓക്കെ, അത് സംഭവിക്കും. It's okay. It's good. Wow. നല്ല എനർജി വേണം, അല്ലെങ്കിൽ ഇത് പകുതി വെച്ച് അങ്ങ് ഉരുണ്ട് വീഴും. താഴ്ത്തി വിടണം. നോട്ട് ബാഡ്. പക്ഷെ അത് കുഴി വീഴും. ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. എറി അമ്മ, ഒരു ചാൻസും കൂടെ ഉണ്ട്. അമ്മ ഒന്നുകൂടെ ഉണ്ട് എടുത്ത്. അതെ. ഓ ഹൻസു, അത് കൊള്ളാം. ഞാൻ എടുത്ത ഹൻസു, അതും കൂടിയാ, കുഴപ്പമില്ല. ഇങ്ങ് പോര്. കുഴപ്പമില്ല, പ്രാക്ടീസ്. അടുത്ത ദീൻ അങ്കിൾ. യെസ്. ഓ ഋഷാൻ എക്സ്പെർട്ട്. ഇവനപ്പോ കളി അറിയാം. വാ ദീനം കേൾക്കാൻ. ദീനങ്ങൾ അറിയാം കേട്ടാ. അതാ അല്ല, മാഹിനും ഉണ്ടോ? വാ. You beat your brother. No. Hey, be more confident. Yeah, I got first. Ishaani Krishna. Power ഉണ്ട് കേട്ടാ. Aim for the right side so that it will at least go to the middle. You have nice power. Whoa. Nice. രണ്ടാം ഘട്ട പോരാട്ടത്തിനായി ഒരുങ്ങുകയാണ് ഇഷാനി. All the best. Superb, Ishaani. You can do this. Ayyo, boy. Okay. So as of now, നമ്മുടെ സ്കോർ ബോർഡിൽ okay. Yo, boy. നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. Baby. You did well. You are always sending it in the corner. Correct. That is like a champion. Good job.
അവരാണ്. പക്ഷേ ഞാനത് അഗ്രി ചെയ്യില്ല. കാരണം നമുക്ക് കിട്ടിയ സൈഡാണ്. സൈഡിൽ എപ്പോഴും ഒരു സൈഡിലേക്ക് പോക്കുണ്ട്. എഴുതി കാണിക്കത്തില്ലേ ആരാണ്? ഇല്ല, ഇത് കോമ്പറ്റീഷനാന്ന് ഇവർക്ക് അറിയില്ലല്ലോ. നമ്മൾ തമ്മിലൊരു കോമ്പറ്റീഷൻ അത്രേ ഉള്ളൂ. എനിക്ക് ബൗളിങ്ങിൽ സൈഡ് കിട്ടുന്ന ഇഷ്ടമല്ല. എനിക്കെന്തോ ഒരിക്കലും അത് ബാഡ് ലക്ക് അങ്ങനെ പറയുന്നില്ല. ശരിക്കും അത് എപ്പോഴും സൈഡിലേക്ക് പോകണം. ദീനങ്ങൾ കിടിലായിട്ടാണ് കളിക്കുന്നത്. ദീനങ്ങളുടെ ഫുൾ സൈഡിൽ ഗട്ടറിലാണ് പോയത്. ഓക്കെ. സോ സീനിയർ സിറ്റിസൺസ് എല്ലാവരും താഴേക്ക് പോയി. ആണോ? നമ്മൾ കുട്ടികൾ മാത്രമാണ് ഇനി ഉള്ളത്. കുട്ടികൾ അഹാന ഏത് കാറ്റഗറി വരും? പണ്ട് മുതലേ ബിഗ് ഗേൾ ആവാനാണ് ഇഷ്ടം. സോ ഇപ്പോൾ തൽക്കാലം സീനിയർ സിറ്റിസൺസിൻ്റെ കൂടെയാണ്. സോ നമ്മളിപ്പോൾ ട്രാംപൊലീനിൽ പോവുകയാണ് അല്ലേ അൻസു? മിക്കവാറും 2 വട്ടം ചാടിക്കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും കേട്ടോ. വാള് വെക്കണം. ഫുൾ കുട്ടികളതിനകത്ത്. നമ്മൾ പേടി. ഞാൻ അമ്മച്ചിമാര്. അടുത്ത ഇതിലാണ് കയറാൻ പോകുന്നത്. യെസ്, അങ്ങനെ ഒറ്റടി. ആ ആ ആ ഓക്കെ 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 ഓക്കെ. ഒരു സെക്കൻഡ്. ഓ നൈസ് മാഹിൻ. ഓക്കെ. Oh, sorry, sir. What the hell? One more chance. Mahin, ആളായി കഴിഞ്ഞു. It's okay. അല്ല, one more chance. Oh, Mahin. Oh, better than Che. Second attempt. First one was better, huh? Nice. Yeah. Mayan, tell him the technique, no? Come on. Oh, nice. Not bad, Mahin. Take a shot. It's okay. Happened with me also. Yeah, yeah. Okay, ഇത് നമുക്ക് പോയാലോ? അല്ലെങ്കിൽ തെറി കിട്ടും. ഹൻസു അങ്ങനെ ഫൺട്യൂറയിലെ ഫണ്ണൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുവാണ്. ഞാനും ചിന്നമ്മയും അമ്മയും ദീനക്കളും ആദ്യം വീട്ടിൽ പോവാണ്. ഞാനൊരു ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കുന്ന കുട്ടിയാണ്. ഞാൻ തൽക്കാലം ഇവിടെ കഴിക്കണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇവരൊക്കെ ഇവിടുന്ന് എന്തോ ചിക്കൻ കഴിച്ചിട്ട് വരും. ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ദിവസത്തെ കലാപരിപാടികൾ കഴിഞ്ഞു. ഇനി നമ്മൾ നാളെയും
ഒക്കെ എവിടെയെങ്കിലും പോകും. മേ ബി വി മൈറ്റ് ഗോ ഫോർ ഫുട്ബോൾ. അപ്പോൾ ഞാൻ ഫുട്ബോൾ വ്ളോഗ് ഇതുവരെ പ്രോപ്പറായിട്ട് എടുത്തിട്ട് നാളെ പിന്നെ നമ്മുടെ യൂഷ്വൽ ഫുട്ബോൾ ടീം അല്ല, എന്നാലും ഞാൻ കുറച്ചെന്തെങ്കിലും എടുക്കാം. പിന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു. ഇതാരാ വരുന്നില്ല? ഹായ്. സോ ഇന്ന് നമ്മൾ താജ് ഗ്രീൻ കോയിൽ വന്നേക്കാണ്, കോവളത്ത്. നമ്മൾ ഫാമിലി ആയിട്ട് എപ്പോഴും എല്ലാവരും ഒക്കെ ഉള്ളപ്പോൾ ഇവിടെ വരാറുണ്ട് യൂഷ്വലി ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ അമ്മയ്ക്കും ബഗ്ഗിയിൽ പോകണം. സോ ഞാനും ഹൻസും കൂട്ട് നിൽക്കുകയാണ് ബഗ്ഗിക്ക് വേണ്ടി. ഹൻസുവിനും ബഗ്ഗിയിൽ പോകണം. എനിക്ക് ഏതായാലും കുഴപ്പമില്ല, ബട്ട് ഞാനും കൂട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. അവരെല്ലാവരും നടന്ന് അങ്ങോട്ട് പോയി. കപ്പിൾ ഗോൾസ്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ബഗ്ഗി. നമ്മൾ ആക്ച്വലി വിചാരിച്ചേക്കാട്ടിലും ലേറ്റ് ആയി ഇറങ്ങാൻ. ആൻഡ് വരുന്ന വഴി ഹൻസു അമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞു, ഞാൻ പാട്ട് കേട്ടിരുന്നു. പാവം, ഞാനാണ് ഓട്ടിച്ചത്. ഇനി ഞാൻ അമ്മയോടൊപ്പം ഞാൻ ഓട്ടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അമ്മ ഒരു കാറിലും നമ്മൾ അടുത്ത കാറിലും അപ്പോൾ ഒരുമിച്ച് പോകണമായിരുന്നു. പക്ഷേ സിഗ്നലൊക്കെ എത്തിയപ്പോൾ അവർ പോയി. അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇടയിൽ കയറി ജസ്റ്റ് സിഗ്നൽ നിന്ന് പോയി, അല്ലെങ്കിൽ ഞാൻ സിഗ്നൽ കട്ട് ചെയ്ത് പോകണമായിരുന്നു. അമ്മ പറയാൻ ബാക്കിയൊന്നുമില്ല, പറഞ്ഞ് അവസാനം ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ബാക്കിൽ നിന്ന് ഹോൺ അടിക്കുന്നു. ആര്? അമ്മു. നമ്മളായിരുന്നു ഫ്രണ്ടില്. അമ്മ പിന്നെ അമ്മ ഒന്നും പറഞ്ഞില്ല. അതെനിക്ക് എന്തായാലും ഒരു വിജയമായിരുന്നു ലൈഫിൽ. ശരി, ബഗ്ഗി വരുന്നില്ല. സൺസെറ്റ് ആവാറായല്ലേ? വരുന്ന ഒന്ന് വരുന്ന നോക്കട്ടെ. ആളില്ല. ആളില്ല. യെസ്. എന്റെ മാല എത്ര കണ്ടാലും നമുക്ക് മതിയാവാത്തൊരു സീനറിയാണ് ഇവിടെ ഉള്ളത്. ബഗ്ഗിന്റെ അവിടെ സീറ്റ് കിട്ടി. അവരാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആക്കി കളഞ്ഞു. ഇല്ല, എല്ലാരും കൂടെ ഒന്നിലെങ്ങനെ കേറി. ഇപ്പുറത്തൊരു പുഴ, ഇപ്പുറത്ത് കടൽ. അതാണ് എനിക്ക് ഇവിടത്തെ ഒരു ഇഷ്ടമുള്ള കാര്യം. കടല് കാണുന്നില്ലല്ലേ? ആനിമൽ ഫ്ലോ. മൃഗ ഒഴുക്ക്. കാണിച്ചേ. ഞാൻ പണ്ട് 9th-ലും 10th-ലും പഠിക്കും ഇങ്ങനെയായിരുന്നു. 3 കയ്യിലും 3 വിരല്. എനിക്ക് 2 കൈയും 2 കയ്യിലെ 3 വിരലിൽ ഇങ്ങനെ കുറെ മോതിരങ്ങൾ. ഫാഷനാണോ? ഫേഷ്യൽ. കുറെ പേരുണ്ടല്ലേ ഇന്ന്. അല്ല, ആക്ച്വലി എന്നും ഉണ്ടല്ലേ, സാറ്റർഡേ ആണോ? ഞാൻ പറഞ്ഞു കാറിലെ പെർഫോമൻസിനെ കുറിച്ച്. പറഞ്ഞല്ലോ. Hi, Dean uncle. Hello. You're coming here for the first time? So we are coming second time. When did you come first? With you all only. Almost. When? Yeah, I remember. Yeah. Live music will come back. How are you? 2 words about me. Hi. 2 words about me. Good driver. Hey. Hi, Chinnamma. Hi. Lipstick കൊള്ളാം. Lipstick കൊള്ളാവോ? Yeah. എനിക്ക് ഇങ്ങനത്തെ കളേഴ്സ് ഇടാൻ എനിക്ക് ചേരത്തില്ല. But it's suiting you. Pink. Calabar. Lovely song. Yeah. It's not so easy. Oh, love will be the way for us. Just like the guiding star.
What are you guys eating? Cookies. Cookies. And yours eating that? Yeah. Cookies and tomato sauce. No. I had samosa. Okay. സോസ് വേണോ? സോസ് എടുത്തോ. സൺസെറ്റ് കഴിഞ്ഞെങ്കിലും പലപ്പോഴും ഈ സൺസെറ്റ് കഴിഞ്ഞ് വരുന്ന ക്ലൗഡ്സ് ഉണ്ട്, അതാണ് വൈബ്. ഇന്നിപ്പോൾ അതുപോലെ നല്ല പിങ്ക് ക്ലൗഡ്സ്. ആക്ച്വലി വീഡിയോയിൽ കൂടെ അത്ര ഒരു നേരിട്ട് കാണാനുള്ള ഭംഗിയില്ലെങ്കിലും നേരിട്ട് കൊള്ളാം. മൂൺ ഇസ് ഓൾസോ ദേർ, നൈസ് ലുക്കിംഗ് മൂൺ. സ്കൈ നല്ല പിങ്കായി. ഇവിടെയൊക്കെ ഭയങ്കര പിങ്ക്. ക്യൂട്ട്. പെട്ടെന്നങ്ങ് ഇരുട്ടിപ്പോയി തന്നെ. വസ രംഗൻ, രംഗൻ പ്ലസ് വസ റവ. ഫ്ലാഷ്. ഇവരുടെ ഫോട്ടോ എടുക്കണം. കൊന്നുകളയാ. നമ്മള് മൂന്നുപേരെ ഒന്ന് എടുത്തിട്ട് ഇവരുടെ മൂന്നുപേരെ എടുത്തിട്ട് നിങ്ങൾ നിൽക്കും. This is my Ishaani baby. I underestimated her as a good driver. അത് ഇപ്പോഴല്ല, എപ്പോഴും. എനിക്കിനി 50 വർഷം കഴിഞ്ഞാല് Look how smartly she went. What are you doing here എന്ന് ചോദിച്ചു. കുറച്ച് മുന്നിലേക്ക് നിർത്തിയാൽ മതി. അവസാനം എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞൂട. ആനയുടെ വണ്ടി നമ്മുടെ വണ്ടിയുടെ ബാക്കിലായി. നിങ്ങൾ ഏത് വഴിയാമോ വന്നത്? ഏത് വഴിയല്ല, നമ്മളൊരു സിഗ്നലിൽ വെച്ച് മീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ വെക്കണം. നിങ്ങൾ അപ്പുറത്തും നമ്മൾ ഇപ്പുറത്തും. ഇവിടെ 400 meters. മാപ്പ് നോക്കിയാണ് പോകുന്നത്. കാരണം എനിക്ക് ട്രിവാൻഡ്രത്താണ് ജനിച്ചു വളർന്നെങ്കിലും വഴി അറിയില്ല. ഇവിടെ നിന്നായിരിക്കും. സിറ്റിയിലൊക്കെ കുഴപ്പമില്ല. കോവളമൊക്കെ വന്നിട്ട് തിരിച്ചപ്പോൾ എനിക്ക് മണ്ണന്തലയാണ് എത്തേണ്ടത്. സോ എനിക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്തൊരു ഏരിയയാണ്. നാലാഞ്ചിറ വരെ കുഴപ്പമില്ല. ഇവിടെ നിന്നാണോ? ആയുഷോ ആണോ? ഓക്കെ മാപ്പ് തന്നോ? ഇവിടെ നിന്ന് ഇങ്ങോട്ടെന്നാണോ പറയുന്നത്? I don't think we'll be going back, no? അപ്പോൾ യൂട്ടേൺ അല്ലേ എടുത്ത്. സ്ട്രേറ്റ് ആയിരുന്നു കാണും. സോ നമ്മൾ ഫുട്ബോൾ ടർഫിലെത്തി. കോവളത്ത് നമ്മൾ എത്തിയപ്പോൾ ഭയങ്കര ലേറ്റ് ആയിപ്പോയി. സോ പെട്ടെന്ന് ഇരുട്ടി. അപ്പോൾ അവിടെ ഇരുട്ടിയാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. കാരണം അവിടുത്തെ വ്യൂ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഒരു പോയിന്റ് തന്നെ. സോ അവിടെ ഒരു 1 hour സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ടർഫിലേക്ക് വന്നു. നമ്മൾ വിചാരിച്ച അത്ര ആളില്ല. വി തോട്ട് 8 people വുഡ് ബി ദെയർ. പക്ഷേ ഇപ്പോൾ 6 people ഉള്ളൂ. അമ്മയൊന്നും അറിയണ്ട ആണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്തിനാ ഈ ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞ് പോയത്. പക്ഷേ ഇഷാൻ മാഹിനോട് അവിടെ ഫുൾ ടൈം ഓസിലൂടെ ആകെ സിനിമ കാണാൻ പോയതേ ഉള്ളൂ. അവർക്കൊരു എൻ്റർടൈനിങ് ആയിട്ട് ഒന്നും ചെയ്തില്ല. സോ ഇതവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്നാണ് ഫുട്ബോളിന് പോകുന്നത് വിചാരിച്ചത്. സോ ഹൻസും കൂടെ ചുമ്മാ വന്നു. ഹൻസ് സാധാരണ എന്നോട് പണ്ട് 1-2 തവണ ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടുണ്ടെന്നല്ലാതെ കളിച്ചിട്ടില്ല. അപ്പോൾ എന്നാലും ഹൻസു ക്യൂട്ട്. നമുക്ക് ആളില്ലാത്തതുകൊണ്ട് തികയ്ക്കാൻ വേണ്ടി ഹൻസു വന്നു. കാണിച്ചു തരാം. ഹായ് ഹൻസു, ക്യൂട്ട് ഡ്രസ്. എൻ്റെ വേറൊന്നും ഇതായിരുന്നു. ഇഷാൻ, മാഹിൻ, ബാക്കി അർജുൻ്റെ ഫ്രണ്ട്സാണ്. ലെറ്റ്സ് ഫുട്ബോൾ. അയ്യോ ഓക്കെ കളിക്കാം. Like if the ball goes outside line, no, just continue. No, we'll stop and it's out. So since I am not a very good player, നിങ്ങളുടെ ഫുൾ ടാലന്റ് ഇവിടെ കാണിക്കണ്ട. ഓക്കെ, ഫുൾ കഴിവ് ഇറക്കണ്ട. You can't play alone. You can play, but since I am not a pro player, you have to consider me also. Yeah. Don't show your full talent. ഷാനി അങ്ങനെയൊന്നും പറയണ്ട.
നീ കിഴങ്ങായി പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പ്ലേയിങ്, ഷീസ് നോട്ട് ലെറ്റിംഗ് മീ പ്ലേ. അത് കാല് പോയി. കുഞ്ഞാണ്, അപ്പൊ എനിക്ക് ഓവറോൾ എല്ലാം എന്റെ കുറവായിരിക്കും. ഞാൻ ഓടി എത്തിയാൽ ഇവര് 2 കാലം വെക്കുമ്പോ ഞാൻ എത്തുന്നേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അത്രയും കഴിവ് കാണിക്കണ്ട, ഞാൻ ഉള്ളത് കൊണ്ട്. ഞാനൊന്ന് സൂക്ഷിച്ചോട്ടെ. ഹായ് നേക്ക് മേലുള്ള ബോൾ. I only remember you hitting the ball on my face. ഞാൻ പാസ് ചെയ്ത് തരുമ്പോ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ മതി. ഓക്കെ, അല്ല ഇങ്ങനെ 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 പാസ് ചെയ്യാം. പക്ഷെ ഇങ്ങനെയല്ല, ഇങ്ങനെ. അത്രയൊന്നും വയ്യടാ, എനിക്ക് അത്രയൊന്നും വയ്യ ചെയ്യാൻ. സോ മാച്ച് പകുതി കൂടുതലായി. വീഡിയോ എടുത്തത് ആരുമില്ല. ഒരു മാച്ചും കളിക്കില്ല എന്ന് പറഞ്ഞ ഹൻസ് ഒരു ടഫ് പ്ലെയർ ആയിട്ട് ഉണ്ടായിരുന്നു. സോ സ്കോർസ് 8-all ആണെന്ന് തോന്നുന്നു. എൻ്റെ ടീമിൽ 3 പേരും, അപ്പുറത്തെ ടീമിൽ 4 പീപ്പിളാണ്. ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് ഫോണൊന്ന് കമത്തി വെച്ച് വീഡിയോ എടുക്കാൻ നോക്കാം. ലെറ്റ്സ് സീ. Goal. 18-14. ഞാൻ ഇപ്പൊ ഇറങ്ങും. ഓ ഏയ് സെലിബ്രേഷൻ കാണിക്ക്. ഫർഹാനെ വാടാ. ഈസി, നൈസ്. ഇനി കുറച്ചു നേരം എല്ലാവരും ജസ്റ്റ് പെനൽറ്റി അടിച്ച് നിർത്താമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മുടെ ആളാണ്, മീൻസ് നമ്മുടെ ടീമല്ല, മറ്റേ ടീമാണ് ആദ്യം പെനൽറ്റി എടുക്കുന്നത്. ലെറ്റ്സ് സീ. ട്രയലൊന്നുമല്ല. 1-0. ഓ 1-1. പവറിൽ അടിക്കണം കേട്ടാ, കാലിന്റെ സൈഡ് വെച്ച്, ഫ്രണ്ട് അല്ല സൈഡ്. ഓ ഗോൾ കിട്ടി. ഞാൻ വരാം. ഞാൻ ഗോൾ അടിക്കില്ല. സഫൽ. ഓക്കെ, 1 step അല്ലേ? Ishaani got kicked in the face once, right? എടാ, he was not ready. No. It's fine. എടാ ഇഷാനി, യാ അത് തന്നെ, അത് തന്നെ. നോ, Okay, game over. സോ ഫുട്ബോളൊക്കെ കഴിഞ്ഞ് വീടെത്തി. ഒരു ഫോട്ടോ പോലും എടുത്തില്ല, മറന്നേ പോയി. എല്ലാവരും കൂടെ വല്ലപ്പോഴാണ് വരുന്നത്. പല്ലി. ഒരു ഫോട്ടോ പോലും എടുത്തില്ല. ആകെ എടുത്താൽ കുറച്ച് വീഡിയോ ബിറ്റ്സ് മാത്രമേ ഉള്ളൂ. റിഷാൻ മാഹിൻ എത്തിയപ്പോൾ തന്നെ കുളിക്കാൻ പോയി. സോ അത് താഴെ എത്തിയിട്ട് ചോദിക്കാം അവർ എൻജോയ് ചെയ്തു ഫുട്ബോൾ. ഐ എൻജോയ്ഡ് ഇറ്റ്. ഇന്നൊരു ബാഡ് മൂഡിലാണ് ഞാൻ പോയത്, കാരണം നമ്മൾ വിചാരിച്ച അത്രയും ആൾക്കാർ വന്നില്ല. ഇനീഷ്യലി there was supposed to be 8 people, പക്ഷേ 6
പീപ്പിൾ വരുന്ന ഞാൻ വിചാരിച്ചു. ലാസ്റ്റ് മിനിറ്റ് 7 വന്നു. അവിടെ ഞാൻ കുറച്ച് ബാഡ് മൂഡിലായിരുന്നു. പക്ഷേ ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ആ സ്പിരിറ്റ്സിലങ്ങ് പോയി ഹാപ്പി തന്നെയായിരുന്നു. ഹൻസുവും കളിച്ചു കുറേ നാൾക്ക് ശേഷം. ഹൻസു ആകെ എന്നോട് 2 പ്രാവശ്യമേ കളിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ വന്നു ടച്ച് വിട്ട് പോയി. ബട്ട് ഷീ മാനേജ് ടു പ്ലേ. ഫണ്ണായിരുന്നു. സോ ചിന്നമാതി ഇനങ്ങൾ ഇഷാൻ മാഹിൻ നാളെ പോവുകയാണ്. സൺഡേ നൈറ്റ് പോവുകയാണ്. ഐ തിങ്ക് ഇതാണ് അവർ വന്നിട്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ടുള്ള നമ്മൾ ഏറ്റവും യൂട്ടിലൈസ് ചെയ്തൊരു വെക്കേഷൻ. അല്ലെങ്കിൽ അവർ വരുമ്പോൾ എനിക്ക് ഓർമ്മയില്ല, നമ്മൾ കുഞ്ഞായിരുന്നു, ഫാമിലിയായിട്ട് എവിടെയെങ്കിലും പോവും, ഫുഡ് കഴിക്കും, തിരിച്ചു വരും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ നമ്മൾ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ചെയ്ത്. ഇന്നലെ ഫണ്ടിയൂരെ പോയി, ഇന്നിപ്പോൾ ഫുട്ബോളിന് പോയി. ഇറ്റ് വാസ് നൈസ്. ലൈക്ക് നമ്മൾ വേസ്റ്റ് ആക്കില്ല. ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോഴും നമ്മൾ ഞാനും ഹൻസും നെറ്റ്ഫ്ലിക്സിൽ ജസ്റ്റ് ഒരു ഷോ കണ്ടോടെ, ഫിസിക്കൽ 100 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് കണ്ട് ചുമ്മാ ഇഷാൻ മാഹിൻ കൂടെ വന്നിരുന്ന അവർ നമ്മളെക്കാട്ടിലും വലിയ ഫാനായി. എപ്പോഴായിരുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. സോ ഫുൾ നൈസായിരുന്നു. അപ്പോൾ ഞാനിനി അവർ വന്നിട്ട് ഫുട്ബോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായം കൂടെ എടുത്തിട്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നതായിരിക്കും. ഓക്കെ, ഞാൻ പോയി കുളിക്കട്ടെ, തീർത്ത് മുഷിഞ്ഞു. സോ എല്ലാവരും കുളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി കാണാൻ വന്നിരിക്കുവാണ്. അവർ ഫുഡ് കഴിക്കുക. ഹായ് ഗായ്സ്. ഹായ് മാഹിൻ. Hi squad. സ്ക്വാഡ്. സോ ഹൗ വാസ് Hi chat. ചാട്ട്? No chat. YouTube. Oh, hi YouTube. Yeah. So how was football? Rishan, you also say? Very fun. Yeah. Yeah, I expected better from them. Very fun. Better from who? Consequences. Sure. From Anish. Anish. Yeah. Anish കുറച്ചുകൂടെ നല്ലൊരു കളിക്കായിരുന്നല്ലേ? Oh. Yeah. The one who builds the house. So ഞാൻ എങ്ങനെ കളിച്ചു? എന്നെ കുറിച്ച് 2 വാക്ക്. Yeah. I think you shot some 3-4, no? Yeah. Thank you. Prodigy. Yeah. ഹൻസു എങ്ങനെ കളിച്ചു? ഞാനോ? കുഴപ്പമില്ലാതെ കളിച്ചു. Not bad. No, not good. Okay guys, bye Bara. Chat. Did you enjoy your Yeah. vacation to Trivandrum? Very much. Only because of my family. Woo! Emotional. Rishan, you? Yeah. The lizard was cool. Oh yeah, the lizard toy. ഞാൻ എൻ്റെ ഒരു ബ്ലെയർ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്, ഒരു പല്ലി. ഒരു സെക്കൻഡ്, ഐ വിൽ ഷോ യു സംതിങ് എൽസ്. വേണം. My god. Man, look behind you. He expected. Wow. Yeah, how is it? Are you fascinated? Very realistic. 50. From Pale Market. Wow. If it like falls from the sky and all, it will scary, you know. Sky. Ooh. Scary, you know. So idabittu. Okay guys, bye Bara. Bye. Bye. So that's it guys. ഞാൻ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. നാളെ ഇവർ പോവും. It was a fun vacation. So I'll see you all in my next vlog. Until then, bye. Thank you so much for watching.